ഇന്ന് സോയ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇതിനായി നന്നായി തിളപ്പിച്ചെടുത്ത വെള്ളത്തിലേക്ക് 1 കപ്പ് സോയ ചേർത്ത് 15 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിനുശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് സോയ നന്നായി കഴുകി പിഴിഞ്ഞെടുക്കുക. മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കി മാറ്റുക. ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സോയ അതിലേക്ക് ചേർത്ത് കൊടുത്ത് 2 ടീസ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇതേ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നതുവരെ നന്നായി ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുത്ത ശേഷം സോയ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ സോയ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്